ഹലോ എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടേഴ്സ് എന്ന ടോപ്പിക് വരെയായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ DIN. അതിൽ വരുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫോർ അലോട്ട്മെൻറ്റ് ഓഫ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ സെക്ഷൻ 153. ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിൻ്റെ അലോട്ട്മെൻറ്റിനുള്ള അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഇതിൽ പറയുന്നതാണ് എവറി ഇൻഡിവിജ്വൽ ഇൻറ്റൻഡിങ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൾ മേക്ക് ആൻ അപ്ലിക്കേഷൻ ഇലക്ട്രോണിക്കലി ഫോർ അലോട്ട്മെൻറ്റ് ഓഫ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ടു ദി സെൻട്രൽ ഗവൺമെൻറ് in such form and manner and along with such fees as may be prescribed. ഏതൊരു ഇൻഡിവിജ്വലിനും കമ്പനിയിലെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇലക്ട്രോണിക്കലി ആയിട്ട് അവർക്ക് അപ്ലിക്കേഷൻ നടത്താം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിൻ്റെ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ നടത്താം. അത് ഏത് മാനറിലാണ് പറഞ്ഞിട്ട് ഏത് രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോമിലും അതുപോലെ എന്തെങ്കിലും ഫീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൊടുത്തതിന് ശേഷമാണ് ഇലക്ട്രോണിക്കലി ആയിട്ട് അപ്ലിക്കേഷൻ നടത്തേണ്ടത്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 153ലാണ്. സെക്കൻഡ് പോയിന്റ് അലോട്ട്മെൻറ്റ് ഓഫ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ section 154. The central government shall within 1 month from the receipt of the application allot a direct identification number to an applicant in such a manner as may be prescribed. ഫസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു അപ്ലിക്കേഷൻ കൊടുത്തു, ഡയറക്ടർ അപ്ലിക്കേഷൻ കൊടുത്തു അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട്. അതിൽ രണ്ടാമതിൽ പറയുന്നതാണ് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഈ അപ്ലിക്കേഷൻ കിട്ടിയതിന് ശേഷം 1 മന്തിനുള്ളിൽ തന്നെ ഈ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അപ്ലിക്കൻറ്റിന് കൊടുക്കും. അവർക്ക് എന്ത് ചെയ്യും, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അലോട്ട് ചെയ്ത് കൊടുക്കും. ഏത് രീതിയിലാണ് ഏത് മാനറിലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കും ഈ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് സെക്ഷൻ 154ലാണ്. നെക്സ്റ്റ് പറയുന്നതാണ് പ്രൊവിഷൻ ടു ഒബ്റ്റെയിൻ മോർ ദാൻ 1 ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. സെക്ഷൻ 155. No individual who has already been allotted a director identification number shall apply for, obtain or possess another director identification number. ഈ ഒരു പോയിന്റിൽ പറയുന്നത് ഇവർക്ക് എന്തില്ല, ഒരു ഇൻഡിവിജ്വലിനും ഒരു വട്ടം ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും അത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഒരു ഇൻഡിവിജ്വലിനും എന്തില്ല, അവർക്ക് ഓൾറെഡി കൊടുത്തതാണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. പക്ഷെ അവരെന്ത് ചെയ്യണേ, അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ അത് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് പറ്റില്ല. നെക്സ്റ്റ് പറയുന്നതാണ് ഡയറക്ടർ to intimate director identification number section 156. Every existing director shall within 1 month of receipt of the director identification number from the central government intimate his director identification number to the company or all the companies wherein he is a director. ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിന് അവർ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അവർക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടും. ആ ടൈമിൽ തന്നെ ഇവരെന്ത് ചെയ്യണം, ഈ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എല്ലാ കമ്പനിയിലും അയാൾ ഡയറക്ടറായിരിക്കുന്ന എല്ലാ കമ്പനിയിലും, അതുപോലെ ഏത് കമ്പനിയിലാണോ ഡയറക്ടറായിരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനിയിൽ അയാൾ ഡയറക്ടറായിട്ടിരിക്കുന്നത് ആ എല്ലാ കമ്പനിയിലും ഇത് ഇൻറ്റിമേറ്റ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കമ്പനി ടു ഇൻഫോം ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ടു രജിസ്ട്രാർ. സെക്ഷൻ 157. Every company shall within 15 days of the receipt of the intimation of DIR furnish the director identification number of all its directors to the registrar or any other officer or authority as may be specified by the central government with such a fees as may be prescribed or with additional fees as may be prescribed within the time specified under section 143. And every such intimation shall be furnished in such a form and manner as may be prescribed. അതായത് ഏതൊരു കമ്പനിക്കും ഈ റെസിപ്റ്റ് കിട്ടിയതിന് ശേഷം 15 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇവരെന്ത് ചെയ്യണം, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഡയറക്ടേഴ്സിൻ്റെ രജിസ്ട്രാർക്ക് മുന്നേ ഇൻറ്റിമേറ്റ് ചെയ്യണം. അവർ ഇൻഫോം ചെയ്യണം. കമ്പനി എന്ത് ചെയ്യണം, ഈ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇൻഫോം ചെയ്യണം രജിസ്ട്രാർക്ക് മുന്നേ. അതായത് കമ്പനി ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ
രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യാൻ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ, പറഞ്ഞ എക്സ്പയറി ഡേറ്റിന് മുന്നേ സബ്മിറ്റ് ചെയ്യാൻ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ഇവർ സെക്ഷൻ 403 പ്രകാരം അഡീഷണൽ ഫീസ് ചാർജ് ചെയ്യണം. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യണം, ഫൈനോട് കൂടി അവർ അടയ്ക്കേണ്ടി വരും. അതുപോലെ ഇവർക്ക് എന്തുണ്ടാവും, പണിഷ്മെൻറ്റും ഉണ്ടാവും. അപ്പോൾ കമ്പനി അത് ഇൻഫോം ചെയ്യണം രജിസ്ട്രാർക്ക് മുന്നേ 157 പ്രകാരം. നെക്സ്റ്റ് പറയുന്നതാണ് ഒബ്ലിഗേഷൻ ടു ഇൻഡിക്കേറ്റ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, സെക്ഷൻ 153. Every person or company, while furnishing any written information or particulars as are required to be furnished under this Act, shall mention the director identification number in such written information or particulars in case such written information or particulars relate to the director and contain any reference of any director. അതായത് ഏതൊരു പേഴ്സണോ അല്ലെങ്കിൽ കമ്പനിക്കോ റിട്ടേണൊക്കെ ഫർണിഷ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഫർണിഷ് അണ്ടർ ദിസ് ആക്ട് പ്രകാരം ഷാൾ മെൻഷൻ ദി ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഇൻ സച്ച് റിട്ടേൺ. അവർ ചെയ്യുന്ന റിട്ടേൺസിൽ ഈ ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് കമ്പനിക്ക് മുകളിൽ എന്തെങ്കിലും റിട്ടേണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഈ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോ റിട്ടേണൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് മെൻഷൻ ചെയ്യണം, അവരുടെ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ സെക്ഷൻ 158 പ്രകാരം അതിൽ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന് എന്തൊക്കെ പവേഴ്സാണ് ഉള്ളത്? സെക്ഷൻ 179 ആണ് ഈ ഒരു മെമ്മറാൻഡം അതുപോലെ ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട് കമ്പനിയിലെ എന്തൊക്കെയാണ് ഈ ഡയറക്ടേഴ്സിനുള്ള പവേഴ്സ്. അതിൽ ഫസ്റ്റ് പവർ എന്ന് പറയുന്നത് ടു മെയ്ക്ക് കാൾസ് ഓൺ ഷെയർസ്. ഏതൊരു കമ്പനിയിലെ ഡയറക്ടേഴ്സിനും കമ്പനിയിലെ കോൾസ് ഓൺ ഷെയർസ് നടത്താനുള്ള ഒരു പവർ ആയിരിക്കുന്നുണ്ട് ഡയറക്ടർക്കുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് ടു ഇഷ്യൂ ഡിബഞ്ചേഴ്സ്. കമ്പനിയിലെ ഡിബഞ്ചേഴ്സൊക്കെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഇഷ്യൂ ചെയ്യാനുള്ള ഈ ഒരു റൈറ്റ് ആയിരിക്കുന്നുണ്ട്, പവർ ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ടു ബോറോ മണീസ് ഒക്കെ ബോറോ ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പനിക്ക് ആവശ്യമുള്ള മണീസൊക്കെ ബോറോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവറും ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയും ടു ഇൻവെസ്റ്റ് ദി ഫണ്ട്സ് ഓഫ് ദി കമ്പനി. കമ്പനിയിലെ ഫണ്ട്സൊക്കെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ പവർ ഡയറക്ടേഴ്സിനുണ്ട്. അതുപോലെ ടു മേക്ക് ലോൺസിനൊക്കെ ലോണൊക്കെ വാങ്ങാനും കമ്പനിക്ക് ആവശ്യമുള്ള ലോണും കാര്യങ്ങളൊക്കെ ഗ്രാൻറ്റ് ചെയ്യാനും അതുപോലെ വാങ്ങാനൊക്കെ ഉള്ള റൈറ്റ് ആയിരിക്കുന്നുണ്ട് ഡയറക്ടേഴ്സിനുണ്ട്. ടു ഫോർഫിറ്റ് ഷെയർസ്, അതായത് ഷെയർസ് എന്തെങ്കിലും കാര്യത്തിൽ ഫോർഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റും ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് ടു ഫിൽ അപ്പ് കാഷ്വൽ വേക്കൻസി ഇൻ ദി ഓഫീസ് ഓഫ് എ ഡയറക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേക്കൻ്റ് ആവുന്ന കേസിൽ ഒരു ഡയറക്ടറിൻ്റെ വേക്കൻ്റ് ആവുന്ന കേസിൽ കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള പവർ ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു മേക്ക് കോൺട്രാക്ട്സ് ഫോർ ദി പർച്ചേസ് ഓഫ് ലാൻഡ്, പാറ്റൻസ് എക്സെട്ര. ലാൻഡ് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ പാറ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫിക്സഡ് അസറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള റൈറ്റ് ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് ടു റെക്കമെൻഡ് ടു ദി ജനറൽ ബോഡിയിൽ റെക്കമെൻഡ് ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ പവർ ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. കമ്പനിയിലെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എത്രയാണെന്ന് ഫിക്സ് ചെയ്യാനുള്ള റൈറ്റും പവറും ഓരോ ഡയറക്ടേഴ്സിനും കമ്പനിയിലെ ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് ടു അപ്പോയിൻറ്റ് മേജർ എക്സിക്യൂട്ടീവ്സ് ലൈക്ക് മാനേജർ, സെക്രട്ടറി എക്സെട്ര. അതായത് കമ്പനിയിലെ മാനേജർ അല്ലെങ്കിൽ സെക്രട്ടറി അതുപോലെ കമ്പനിയിലെ എക്സിക്യൂട്ടീവ്സ്, മേജറായിട്ട് വരുന്ന എക്സിക്യൂട്ടീവ്സിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റും ഈ ഒരു ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് ടു ഡിറ്റർമൈൻ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ, അതായത് ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നുള്ള ഡിറ്റർമൈൻ ചെയ്യാനുള്ള റൈറ്റ് ഡയറക്ടേഴ്സിനുണ്ട്. അതുപോലെ ടു ഫോർമുലേറ്റ് മേജർ പോളിസീസ്, കമ്പനീസിൽ അഡോപ്റ്റ് ചെയ്യുന്ന പോളിസീസ് എന്തൊക്കെയാണ് ആ പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഈ ഡയറക്ടേഴ്സിനുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന പവേഴ്സ് ഓഫ് എ ഡയറക്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഇതിൽ വേറെ വരുന്ന കുറച്ച് പവേഴ്സാണ് ടു അപ്രൂവ് അമാൽഗമേഷൻ, മെർജർ ഓർ റീകൺസ്ട്രക്ഷൻ.
അതായത് കമ്പനിയിൽ അമാൽഗമേഷൻ നടത്തുകയാണ്, അല്ലെങ്കിൽ 2 കമ്പനീസ് മെർജ് ചെയ്യുകയാണ്, റീകൺസ്ട്രക്ഷൻ നടത്തുകയാണ്, അതൊക്കെ അപ്രൂവ് ചെയ്യാനുള്ള പവറും ഈ ഒരു ഡയറക്ടേഴ്സിനുണ്ട്. അതുപോലെ തന്നെ ടു ടേക്ക് ഓവർ എ കമ്പനി ഓർ അക്വയർ എ കൺട്രോളിങ് ഓർ സബ്സ്റ്റാൻഷ്യൽ സ്റ്റേക്ക് ഇൻ അനദർ കമ്പനി. അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് നടത്താനുള്ള ഒരു കൺട്രോളിങ് പവറും ഈ ഒരു ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് എന്ന് പറയും എനി അതർ മാറ്റർ വിച്ച് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതായത് ഡയറക്ടേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊരു പവറും ഈ ഒരു ആർട്ടിക്കിൾസിലോ അല്ലെങ്കിൽ മെമ്മറാൻഡത്തിലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പവേഴ്സൊക്കെ എൻജോയ് ചെയ്യാനുള്ള റൈറ്റ് ഈ ഒരു ഡയറക്ടേഴ്സിനുണ്ട്. അതുപോലെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുക, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക, അത് ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിലും അത് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റും ഈ ഒരു ഡയറക്ടേഴ്സിന് തന്നെയാണുള്ളത്. അതുപോലെ തന്നെ ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് സെക്ഷൻ 68 പ്രകാരം സെക്യൂരിറ്റീസ് ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള അതോറിറ്റി ആർക്ക് തന്നെയാണ്, ഈ ഒരു ഡയറക്ടേഴ്സിനാണുള്ളത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന പവേഴ്സ് ഓഫ് എ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്.